ഹായ് ഹലോ എല്ലാവർക്കും മലയാളം റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ കുടുംബശ്രീ ശാരദ എപ്പിസോഡിൽ സുരേന്ദ്രൻ പറയുന്നുണ്ട് ശാലിനിയോട്, ഇതേ പോലീസ് വന്നു, നിൻ്റെ പ്രശ്നം ഇപ്പം തീർത്തു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, പോലീസ് അല്ലടാ ഇത് കളക്ടറാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും വരികയും എന്നിട്ട് എന്താടി നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ച ചന്ദ്രബോസ് ശാലിനിയുടെ അരികിലേക്ക് വരുമ്പോൾ ചിറ്റപ്പ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ തടയുകയും സുസ്മിത ശാലിനിയുടെ അരികിലേക്ക് പോവുകയും ചെയ്തുകൊണ്ട് ശാലിനി പറയുന്നുണ്ട്, എന്താ നിനക്കറിയേണ്ടത്, ഈ കടയെ പറ്റിയാണോ? അതെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞങ്ങൾ ഇതിൽ വലിയ വിലക്ക് വിൽക്കുന്നുണ്ട്. ഇവിടെ നല്ലതുപോലെ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് സുസ്മിത. പക്ഷെ ശാലിനി തിരിഞ്ഞു നിന്ന് സാരി കൊണ്ട് തല മറച്ചതുകൊണ്ട് തന്നെ ശാലിനിയെ കാണുന്നില്ല, സുസ്മിത കാണുന്നില്ല. അങ്ങനെ സുസ്മിത വീണ്ടും പറയുകയാണ്, ഇവിടെ നല്ല രീതിയിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. ഈ കട ലൈസൻസ് സുരേന്ദ്രൻ്റേത് ആണെങ്കിലും ഈ കട എൻ്റേതാണ്, ഈ മേയറുടേതാണ് എന്ന് പറയുകയും നിന്നെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ല എന്നെ, ഞാൻ നല്ല പണം എറിഞ്ഞിട്ട് തന്നെയാണ് മേയറായത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പേടിയില്ല, നിനക്കൊന്നും എന്നെ അന്നൊരു ചുക്കും ചെയ്യാനും പറ്റില്ല എന്നൊക്കെ സുസ്മിത വാദവരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ലോഡ് എവിടൊക്കെ റൂട്ടിലൊക്കെ പോകുന്നുണ്ട് എന്നുള്ള ഫുൾ കണക്ക് എൻ്റെ കയ്യിൽ തന്നെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സുസ്മിത. നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, കൂടിപ്പോയാൽ ഒരു ലൈവ് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ലൈവ് അങ്ങിട്ട് കൊടുക്കും, അപ്പോൾ ഞാനിത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു ഊരും. അതല്ലെങ്കിൽ ഒരു പത്ര സമ്മേളനം വിളിച്ചു വരുത്തി ഞാൻ നല്ല അടിപൊളിയായിട്ട് കരയും എന്ന് പറയുകയാണ്. അങ്ങനെ ഇനി എന്താ നിനക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞ് ശാലിനിയെ ഇങ്ങനെ തിരിഞ്ഞ് എത്തിക്കുമ്പോഴേക്കും തിരിഞ്ഞു നിന്ന് ശാലിനിയെ കാണുമ്പോഴേക്കും സുസ്മിത ഞെട്ടിപ്പോവുകയാണ്. ഇനി ഒന്നും അറിയണ്ട, സുസ്മിത എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞെട്ടിവിറച്ചിരിക്കുകയാണ് ചന്ദ്രബോസും സുസ്മിതയും. അങ്ങനെ പിന്നെ ശാലിനിയുടെ റോളാണ്. ശാലിനി പറയുകയാണ്, എല്ലാം നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലൈസൻസ് സുരേന്ദ്രനോട് പറയുന്നുണ്ട്, ലൈസൻസ് നിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ നീയാണ് കൊടുക്കാൻ പോകുന്നത് എന്നും സുസ്മിതയോട് പറയുന്നുണ്ട്. ബാക്കി പോലീസ് നോക്കിക്കോളും, പോലീസിന് കാര്യങ്ങൾ ഈസിയാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നീ പറഞ്ഞതുപോലെ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യം പോലീസിനോട് നീ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ശാലിനി നല്ല പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞ് ഉഷാറാക്കുകയാണ്. അപ്പോൾ പിന്നെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്ക് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ശിക്ഷ എന്തായാലും ഉറപ്പാക്കുമെന്ന് സുരേന്ദ്രനോട് പറയുകയും സുരേന്ദ്രനാകെ പിടിച്ചുയർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഈ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാവരും കളക്ടർ എന്ന് പറഞ്ഞ് ശാലിനിയെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ശാലിനി കട പൂട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ ഈ ചന്ദ്രബോസിനും സുസ്മിതയ്ക്കും ഇതൊന്നും കണ്ട് സഹിക്കാനാവുന്നില്ല. ഉടനെ സുസ്മിത ഇതിനിടെ മിനിസ്റ്ററെ വിളിച്ച് ഫോൺ കൊടുക്കുന്നുണ്ട് ശാലിനിക്ക്. ശാലിനി പറയുന്നുണ്ട്, യെസ് സർ എന്നൊക്കെ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിവേ ഐ വിൽ സീസ് ദ ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി സുസ്മിതയ്ക്ക് ഫോൺ തിരികെ കൊടുക്കുകയാണ്. ഇത് കേട്ട് സുസ്മിത ആകെ ഞെട്ടിപ്പോയി. ശേഷം ചന്ദ്രബോസിനോട് പറയുകയാണ് എന്താ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറയുകയും സാധാരണക്കാരനെ ഇങ്ങനത്തെ രീതിയിലാക്കുമ്പോൾ സാധാരണ നിങ്ങൾ പോലീസുകാർ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓരോ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ശാലിനി ചന്ദ്രബോസിനെ കൊണ്ട് സുരേന്ദ്രന് ഒരു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് എന്നെ നീ പറഞ്ഞതോ ബാക്കി എല്ലാവരും പറഞ്ഞതും ഞാൻ സഹിച്ചു, പക്ഷേ ഈ അമ്മയുടെ ദേഹത്ത് നീ കൈവച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരടി ചന്ദ്രബോസിനെ കൊണ്ട് അടുപ്പിക്കുന്നുണ്ട് ശാലിനി. അങ്ങനെ റേഷൻ ഷോപ്പ് പൂട്ടിക്കുകയാണ് ശാലിനി.
ഇതൊക്കെയായിരുന്നു ശാലിനിയുടെ കുറേ പഞ്ച് ഡയലോഗൊക്കെ കഴിഞ്ഞ് ശാലിനി തിരികെ പോവുകയാണ്. അമ്മയ്ക്കും അവിടെ ഉള്ളവർക്കൊക്കെ വളരെയധികം സന്തോഷവുമായി. പിന്നെ സ്കൂളിൽ ഉള്ള സീനായിരുന്നു കാണിച്ചത്. സ്കൂളിൽ പപ്പിയും സത്യക്കും മാത്സ് പേപ്പർ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പേപ്പർ കൊടുത്തു. ഇവർക്കും പേപ്പർ കിട്ടി. 2 മാർക്ക് പപ്പിക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ പപ്പി ആകെ സങ്കടത്തിലാവുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.